നമസ്കാരം, ഞാൻ ആലപ്പി അഷ്റഫ്. കണ്ടതും കേട്ടതും എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമാ രംഗത്തും കലാരംഗത്തുമായി അരനൂറ്റാണ്ടിലേറെ അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. ഒപ്പം സിനിമയിലെ 3 തലമുറയിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പുതുതലമുറയോടും കലാസ്നേഹികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞതിനും അപ്പുറത്ത് അറിയപ്പെടാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. അറിയപ്പെടാത്തതൊക്കെ അറിയിക്കാനും, കേൾക്കപ്പെടാത്തതൊക്കെ കേൾപ്പിക്കുവാനും, ബോധ്യപ്പെടാത്തതൊക്കെ ബോധ്യപ്പെടുത്താനുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. സൗത്ത് ഇന്ത്യ മുഴുവൻ പോപ്പുലാരിറ്റി ഉള്ളതും മലയാളികൾക്കെന്നും പ്രിയ നടിയുമായിരുന്നു ശ്രീവിദ്യ. വിദ്യാമ്മ ഒരു കാലത്ത് മലയാള സീരിയൽ രംഗത്ത് സജീവമായിരുന്നു. ആ കാലഘട്ടത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സിനിമയിൽ എനിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ കടന്നു വരുന്നു. ഈ അടുത്ത സ്നേഹിതനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പൊളിറ്റിക്കൽ ബന്ധങ്ങളും ഒരുപാട് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ളൊരു സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിനിമ ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം, നമുക്കൊരു സീരിയൽ ചെയ്താലാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, സീരിയൽ ചെയ്യുന്നെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ സീരിയലും തീരണമെങ്കിൽ 2-3 വർഷങ്ങളൊക്കെ എടുക്കും വലിയ ചാനലുകളിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എൻ്ററാവണമെങ്കിൽ അത്രയും കാത്തിരിക്കണം. മാത്രമല്ല അവിടെ തന്നെ പലരും ക്യൂവിൽ നിൽപ്പുണ്ട് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചാനലിൻ്റെ കാര്യം വിട്, അതൊക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സീരിയൽ എടുക്കാൻ തയ്യാറാണ്. ആ സുഹൃത്ത് വലിയൊരു പൊളിറ്റീഷ്യൻ്റെ മകനാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ മകനാണ്. അദ്ദേഹം പിൽക്കാലത്ത് മുഖ്യമന്ത്രിയുമാകുകയുണ്ടായി. ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ മകന് ഒരു സീരിയൽ നിർമ്മിക്കാൻ താല്പര്യമുണ്ട് എന്നെ അറിയിക്കുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം വലിയ ലെവലിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ശ്രീവിദ്യ അതുപോലുള്ള ആളുകളേക്ക് വെച്ച് വേണം അതെടുക്കാനെന്നുള്ള നിർദ്ദേശവും വന്നു. ശരി, തീർച്ചയായിട്ടും ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ പ്രാഥമികമായ ഒരു ചർച്ച ഞങ്ങൾ തമ്മിൽ നടത്തി. അത് കൺവിൻസ് ചെയ്തു, ഓക്കെ ചെയ്യാം, ഇന്ന കാരണങ്ങൾക്ക് ഇന്ന സംഭവങ്ങൾ ചെയ്ത് ഇന്ന വേണം, ഇന്ന പൈസ എന്നൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനുമായി എൻ്റെ സ്നേഹിതൻ വീട്ടിലേക്ക് വന്നു. അതായത് ഈ പൊളിറ്റീഷ്യൻ്റെ മകനുമായി എൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് അടുത്ത് കാണുന്നത്. ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ്, തുടങ്ങിക്കോ, വിഷയമൊന്നുമില്ല. അദ്ദേഹം അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. അപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. അദ്ദേഹം ഓക്കെ ചെയ്തിട്ടങ്ങ് പോയി. അപ്പം ഞാൻ കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് ഈ എഴുതാനുള്ള ആൾക്കാർ കാര്യങ്ങൾ എല്ലാം കുറച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ വിദ്യാമ്മ, ഞാൻ ആലപ്പുഴയിൽ ഏതോ ഷൂട്ടിങ്ങുമായിട്ട് വന്നപ്പോൾ ഞാൻ വിദ്യാമ്മയെ കണ്ടു. വിദ്യാമ്മ എടുത്ത് പറഞ്ഞു, ഇന്ന പോലെ വിദ്യാമ്മയെ. അപ്പോൾ വിദ്യാമ്മ എൻ്റെ 2 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പഴയ പ്രേംനസീറിൻ്റെ കൂടെ നായികയായിട്ട് മുഖ്യമന്ത്രി എന്ന പടത്തിൽ തൊട്ട് എനിക്കറിയാവുന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇതുപോലെ നല്ലൊരു സെറ്റപ്പിലാണ് ഒരു സീരിയൽ ചെയ്യാനുള്ളൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നാണ്. അഷ്റഫ് ചെയ്യ്, നമുക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണെന്ന് വെച്ചാൽ ഡേറ്റ് ഒന്നും നോക്കണ്ട, ഞാൻ അറേഞ്ച് ചെയ്ത് വരാം എന്ന് എന്നോട് വളരെ താല്പര്യപൂർവ്വം പറഞ്ഞു. ഒപ്പം വിദ്യാമ്മ തന്നെ പലരോടും പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിനുശേഷം എന്നെ ഒരുപാട് സീരിയൽ നടന്മാർ, മുൻനിരയിലുള്ള നടന്മാർ പലരും എന്നെ ബന്ധപ്പെടുകയുണ്ടായി. അഭിനയിക്കാൻ താല്പര്യമുണ്ട്, വിദ്യാമ്മ പറഞ്ഞറിഞ്ഞു ഇങ്ങനെ തുടങ്ങുന്നതായിട്ട്, എല്ലാ സപ്പോർട്ടും ചെയ്യാം, വേഷം വേണമെന്ന് പറഞ്ഞ് നിരവധി പേർ എന്നെ സമീപിക്കുകയും ചെയ്തു. ഫോണിലൂടെയൊക്കെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കിനി ഇപ്പോൾ കഥ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഒരു ബാക്കിയുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് അപ്പം എനിക്കതപ്പോൾ ശരിക്കും കുറച്ച് സാമ്പത്തികമായ പ്രതിസന്ധികൾ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു,
നമുക്ക് ഇതൊന്നും പരിഹരിക്കണം, നമുക്ക് ഇതിനാണെങ്കിൽ കുറച്ച് ഫണ്ട് വേണ്ടി വരും, നമുക്ക് ബാക്കി കാര്യങ്ങൾ നീങ്ങാനെന്ന് പറഞ്ഞു. ശരി, നമുക്കതിരിക്കാം, സംസാരിക്കാൻ തുടങ്ങി. അതിനടുത്ത ദിവസം അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, നമുക്കെല്ലാം ഓക്കെയാണ്, പക്ഷേ ഒരു കാര്യം, എന്നെ അദ്ദേഹം അഷ്റഫ് ചേട്ട എന്നാണ് വിളിക്കാറുള്ളത്. അഷ്റഫ് ചേട്ട, ഒരു കാര്യം പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് പിന്നെ അത് വിഷയമാവും, അതുകൊണ്ടാണ് ഞാനത് നേരത്തെ. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി, എന്താ? അല്ല, ഇത് അവൻ എടുക്കുന്നത്, അവനെന്ന് ഉദ്ദേശിച്ച നേതാവിൻ്റെ മകൻ എടുക്കുന്നത്, ഈ സീരിയൽ എടുക്കുന്നത് പുള്ളിക്ക് ശ്രീവിദ്യയോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി ആഗ്രഹിക്കുന്നത്, ഈ ചെയ്യാൻ വേണ്ടിയാണ് ആ സീരിയൽ എടുക്കാമെന്ന് പറയുന്നത്. ഞാൻ ആകെ ഷോക്കായി. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, എൻ്റെ പേര് ആലപ്പി അഷ്റഫ് എന്നാണ്, അതിൻ്റെ മുമ്പിൽ മാമ എന്ന് 2 അക്ഷരം ചേർക്കാൻ എനിക്ക് ആഗ്രഹമില്ല, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം സുഹൃത്തെ എന്ന് പറഞ്ഞു. അദ്ദേഹം ആകെ ഒരു വിഷമഘട്ടത്തിലായി. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നമുക്ക് പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട്. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അതൊന്നും വിഷയമാക്കണ്ട, അതൊന്നും കാര്യമില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പിന്നെ അവനത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. കുറച്ച് എനിക്കും ആകെ നിരാശയായി, അദ്ദേഹം ആകെ നിരാശയായി. ശരി, അങ്ങ് പിരിഞ്ഞു. അദ്ദേഹം അങ്ങ് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിന് ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം നമുക്ക്, എൻ്റെ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയൊരു പോപ്പുലാരിറ്റി എല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് വേറെയും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്തത്, പ്രേം നസീർ എന്ന എൻ്റെ ഗുരുനാഥൻ, ഞാൻ അദ്ദേഹത്തെ വെച്ചാണ് ആദ്യമായിട്ട് സിനിമകൾ തുടങ്ങുന്നത്. 3 സിനിമ ഞാൻ അദ്ദേഹത്തെ വെച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും എന്നോട് ഉപദേശിക്കുമായിരുന്നു, നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ മൂല്യങ്ങൾ, ധാർമ്മികത, അതൊന്നും നമ്മൾ കളയാൻ പാടില്ല, അവിടെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം എന്നടുത്ത് പറയുന്നുണ്ട്, മൂല്യങ്ങളിൽ മുറുക്കി പിടിച്ച് നിൽക്കണമെന്നുള്ള സംഭവങ്ങൾ. അത് കാരണം എനിക്കതിൽ വിഷമമോ പ്രയാസമോ ഒന്നുമില്ല. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, ഞാനങ്ങ് വിട്ടു. ഈ സംഭവത്തിന് ഇനിയൊരു ക്ലൈമാക്സ് കൂടെ ഉണ്ട്. ഇത് 2 ഭാഗങ്ങളാണ്. അദ്ദേഹം പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ആ പറഞ്ഞ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരികയാണ്. ഈ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഞാൻ രാവിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ വലിയൊരു ഫോട്ടോ ആണ് മലയാള മനോരമയിൽ കാണുന്നത്. ഫ്രണ്ട് പേജിൽ ഒരു മുഖ്യമന്ത്രി കുടുംബത്തോടെ നിൽക്കുന്ന ഫോട്ടോ. അതിൽ ഒരു സൈഡിൽ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയും ഭാര്യയും മക്കൾ നിൽക്കുന്ന, സൈഡിൽ ഈ പ്രൊഡ്യൂസർ നിർമ്മാതാവായി വന്ന ആൾ നിൽപ്പുണ്ട്. വളരെ വലിയ ചിത്രമായിരുന്നു. കണ്ടു വെച്ചു, നോക്കി, സന്തോഷിച്ചു. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് ഫോൺ വരികയാണ് എനിക്ക്. ഫോൺ വരുമ്പോൾ എടുക്കുമ്പോൾ എൻ്റെ സുഹൃത്താണ് ഫോണിൽ, ലൈനിൽ. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ മകൻ്റെ കൂടെ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹമാണ് വിളിക്കുന്നത്. അഷ്റഫ് ചേട്ടാ, ഒരു ചെറിയ സഹായം വേണം എന്നാ പറഞ്ഞു. ഞാൻ പറയാം, എന്താ സുഹൃത്തെ, എന്താ പ്രശ്നം? അത് നമ്മൾ ആ സീരിയൽ കഴിയ ആ സമയത്ത്, സീരിയലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നടിയെ പരിചയപ്പെട്ടിരുന്നു. ആര്യ, ഞങ്ങളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇദ്ദേഹവും മുഖ്യമന്ത്രിയുടെ മകനും പരിചയപ്പെട്ടിരുന്നു. അവളുമായിട്ട് കുറച്ച് അടുപ്പമായപ്പോൾ അവർ തമ്മിൽ കുറച്ച് പല സ്ഥലങ്ങളിലും കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. ചില ഹോട്ടലിലൊക്കെ എറണാകുളത്ത് താമസിച്ചിട്ടുണ്ട്. ഒരുപാട് പൈസയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചാൽ അതിനെന്താ ഇപ്പം പ്രശ്നം? എന്താ ഇപ്പോഴുള്ള പ്രശ്നം? അതല്ല, അവൻ അന്ന് പരിചയപ്പെടുമ്പോൾ അവൻ്റെ പേര് മാറ്റി, നിർമ്മാതാവ് പ്രൊഡ്യൂസർ ചാക്കോ എന്ന പേരിലാണ് പരിചയപ്പെട്ടത്. ജാതിയും പേരുമൊക്കെ മാറ്റി പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. രാവിലത്തെ പത്രം കണ്ടിട്ട് അവൾ അവിടെ നിന്ന് ഫോൺ ചെയ്തു, എടാ ചാക്കോ, നീ മുഖ്യമന്ത്രിയുടെ മോനായിരുന്നില്ലേടാ,
നീ എന്നെ പറ്റിക്കുകയായിരുന്നില്ലടാ, നിന്നെ ഞാൻ ശരിയാക്കുക. അപ്പോൾ ഈ വിരട്ടുന്ന ഇവളല്ലാതെ തന്നെ ഒരുപാട് ഇയാളുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് മാന്തുകയും പൊച്ചുകയും മാടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നെന്ന് കൂടെ ഇയാൾ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. ആ കൂട്ടത്തിലൊരു വിരട്ട് കൂടെ വിരട്ടി. അത് കണ്ടോ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ, അല്ല അഷ്റഫ് ചേട്ടനെ അവർക്ക് വലിയ ബഹുമാനമാണ്, വലിയ ഇതാണ്, അതുകൊണ്ട് എനിക്ക് പരിചയമുണ്ട് അവരെ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇടപെടണം, അത് അവനാകെ വരണ്ടിരിക്കുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല, അച്ഛനറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആ കുട്ടിയുടെ നമ്പറിങ്ങി ഞാനൊന്ന് സംസാരിച്ച് നോക്കാം, എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്പർ പറഞ്ഞു തന്നു. ആ നമ്പറിൽ ഞാൻ വിളിച്ചു. ആ കുട്ടി ഫോൺ എടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എന്നെ അവൻ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പേരും നാളും ഇതെല്ലാം ജാതിയൊക്കെ പറഞ്ഞ് ശരിക്കുള്ള പേര് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്കവനെ ഇഷ്ടമാണ്, എനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ആ കുട്ടി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരുപക്ഷെ അവൻ മറച്ചു വെച്ചത് ഇന്ന ആളുടെ മോനായതുകൊണ്ട് അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും എന്നിൽ നിന്നും പേര് മറച്ചു വെച്ചത് എന്നും കൂടി ആ കുട്ടി പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്നത് ആ ആണിൻ്റെ ആ വക്രബുദ്ധിയും പെണ്ണിൻ്റെ സ്നേഹവുമാണ്. അവൾ പറഞ്ഞു ഞാനൊന്നിനും വരില്ല, ഉപദ്രവിക്കാനുമില്ല, ഒന്നിനുമില്ല, ഇപ്പോഴും അദ്ദേഹത്തോട് സ്നേഹമാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കട്ട് ചെയ്തു. നല്ല സന്തോഷപൂർവ്വം കേട്ട് ഞാൻ തിരിച്ചു വിളിച്ച് പറഞ്ഞു ആ കുട്ടിയിൽ നിന്നും ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ഇന്നേക്കാണ് സംസാരിച്ചത്, വേറെ വിഷയങ്ങളൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ സത്യസന്ധമായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചത്. വീണ്ടും മറ്റൊരു അനുഭവമായി ഞാൻ വരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.